ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നലെയും ഇന്നുമായിട്ട് മെസ്സേജ് വന്നത് എന്താണെന്നറിയോ? സാറേ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞൊരു മാർക്കില്ലേ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ 28 മാർക്ക്, അതിന് മുകളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുമെന്നും അതിൽ ഇത്ര മാർക്ക് 28നേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വല്ലാതെ സങ്കടപ്പെടുത്തി സാർ. കാരണം എൻ്റെ ക്ലാസ്സിലുള്ള പലർക്ക് പോലും ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കുട്ടികൾക്കുള്ള സന്തോഷകരമായുള്ള ഒരു വാർത്തയുമായിട്ടാണ് MS നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ യാഥാർത്ഥ്യം കൂടി എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഈ വീഡിയോ കാണുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങണം, അല്ലെങ്കിൽ 9A+ എങ്കിലും കിട്ടണം, 8A+ എങ്കിലും കിട്ടിയാൽ തൃപ്തികരമെന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തില്ല? ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഒക്കെ കയ്യിൽ നിന്ന് പോയ ഒരുപാട് കുട്ടികളുണ്ട്. പ്രതീക്ഷിച്ച മാർക്ക് പേപ്പർ കിട്ടിയപ്പോൾ അതിൽ കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് ക്രിസ്മസ് പരീക്ഷ ഹാളിൽ നിന്ന് നിങ്ങൾ വിചാരിച്ച ഒരു മാർക്ക്, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ 35 വിചാരിച്ചവരുണ്ട്, കെമിസ്ട്രിയിൽ ഒരു 25 വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ 20നും ചുവടെ മാർക്ക് ലഭിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? സാർ, എന്നെ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തുകയാണ്, ട്യൂഷൻ സെൻ്ററുകളിൽ നൈറ്റ് ക്ലാസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു, സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്, പോരാത്തതിന് ഓൺലൈനിലെ യൂട്യൂബ് ലൈവുകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് സാർ, എനിക്ക് ക്ലിയർ ആവുന്നതിന് എനിക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികളോട് യാഥാർത്ഥ്യകരമായിട്ടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ നോക്കിക്കേ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ അളവാണ്. ഫിസിക്സ് 7 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, കെമിസ്ട്രിയിൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്, മാത്സിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോളജി 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. SS എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ 9 ചാപ്റ്റേഴ്സും ജോഗ്രഫിയിൽ 8 ചാപ്റ്റേഴ്സുമായി ടോട്ടൽ 17ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ കാണുന്ന സയൻസ് സബ്ജക്റ്റുകൾ 5 മാത്രമായി നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാൻ 50 ചാപ്റ്റേഴ്സ് ഉണ്ട്. ശരിയല്ലേ? ഒന്ന് കൂട്ടി നോക്കിയാൽ കിട്ടും ആൻസർ. 50 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 50 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ A+ അല്ല, നിങ്ങൾക്ക് ലഭിക്കുന്നത് 5A+ ആണ്. കാരണം എന്തേ? 5 സബ്ജക്റ്റുകളാണ് എന്നോട് എഴുതിയത്. ലാംഗ്വേജ് ഉണ്ട്, ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, പിന്നെ IT ഉണ്ട്. ഈ 5 വിഷയങ്ങൾ തന്നെ പരന്നു കിടക്കുക. അതും കൂടി ചാപ്റ്റേഴ്സുകളുടെ എണ്ണം കൂട്ടിയാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 90+ ചാപ്റ്റേഴ്സുകൾ ഈ വർഷത്തെ SSLCക്ക് വേണ്ടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിസൾട്ട് എന്താകുള്ളൂടാ, ഫുൾ A+ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ വെറും പ്ലസ് മാത്രമായി പോവും. ഇവിടെ നിങ്ങൾക്ക് B+ ഇടാം, C+ ഇടാം, D+ ഇടാം. ആ റിസൾട്ടാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ല സാർ, എനിക്ക് റിസൾട്ട് വേണം, എനിക്ക് റിസൾട്ട് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് പേരോട് പ്രതികാരം ചെയ്യാനുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഇന്നൊരു കുട്ടി വോയിസ് ഇട്ടു, എൻ്റെ ഫോൺ അവിടെ ഉള്ളത്. യെസ്, ഒരു കുട്ടി വോയിസ് ഇട്ടു, സാറേ എനിക്ക് എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് പഠിക്കാനുള്ള ടിപ്സ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് പേരോട് എന്ത് ചെയ്യാണ്ട്, എനിക്ക് എൻ്റെ നെയ്ബേഴ്സിനോടും കസിൻസിനോടൊക്കെ എനിക്ക് പകരം കൂട്ടാനുണ്ട്, പക്ഷെ എനിക്ക് ക്രിസ്മസ് പരീക്ഷയിൽ മാർക്കില്ല സാർ. അന്ന് ഞാൻ വെപ്രാളത്തോടു കൂടി പഠിച്ചുവെങ്കിലും എനിക്ക് എക്സാം ഹാളിൽ നിന്ന് ഒരു കോൺഫിഡൻസോട് കൂടി എഴുതാൻ കഴിഞ്ഞിട്ടില്ല. മോഡൽ എക്സാം കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പബ്ലിക് എക്സാം എനിക്ക് കഴിഞ്ഞേ പറ്റുള്ളൂ. എടാ, പബ്ലിക് എക്സാമിൻ്റെ ഹാളിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഹാളിൽ 20 കുട്ടികളാണ് ഉണ്ടാവുക, 10 20ഓളം കുട്ടികളാണ് നിന്റെ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. ആ 20 കുട്ടികളുള്ള പബ്ലിക് എക്സാം എഴുതുന്ന ആ ഒരു 1.5-2.5 മണിക്കൂർ ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതുമ്പോൾ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ കരഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതേണ്ടി വരും. സിമ്പിളായതുകൊണ്ടല്ല, ഈ ചോദ്യങ്ങൾ ഈ ഒരു വർഷം ഞാൻ കണ്ടില്ലല്ലോ സാർ എന്നുള്ള ചിന്ത കൊണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴെങ്കിലും പഠിക്കണമെന്ന ഒരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസ് പരീക്ഷ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും മോഡൽ എക്സാം അല്ല, പബ്ലിക് എക്സാം എനിക്ക് മാർക്ക് വാങ്ങിയിരിക്കണം. മെയ് 13-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് പാരൻസിന് ഒരു ലഡു എടുത്തിട്ട് നെയ്ബേഴ്സിന് കൊടുക്കാൻ പറ്റണം. അങ്ങനെ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയോ? 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണോ നിങ്ങളും ആഗ്രഹിക്കുന്നത്? എങ്കിൽ സൊല്യൂഷൻ ഉണ്ട്, ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻസ് ഇന്ന് കേരളത്തിൽ തരാൻ പറ്റിയ ഒരേ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമേ ഉള്ളൂ, അതാണ് MS സൊല്യൂഷൻസ്. അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റും.
കാരണം ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് കണ്ട കുട്ടികൾക്കറിയാം, ഓൺലൈനിൽ കാണുന്ന MS-ന്റെ ഫാക്കൽറ്റീസ് അല്ല ഓഫ്ലൈനിലുള്ളത്. ഓൺലൈനിൽ മാത്രമല്ല, നിരത്തിലിറങ്ങി ട്യൂഷൻ സെൻ്ററുടെ ക്ലാസ് റൂമിൽ കയറിക്കൊണ്ട്, സ്കൂളുകളുടെ വരാന്തകളിൽ നിന്ന് ക്ലാസ് റൂമിനുള്ളിൽ കയറിക്കൊണ്ട്, എത്ര സ്ട്രെങ്ത് ഉള്ള കുട്ടികളാണെങ്കിലും അവരെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. മിനിമം ഒരു ചാപ്റ്റർ 1 മണിക്കൂറുണ്ടെങ്കിലും ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ടീച്ചേഴ്സിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫുൾ A+ ആണോ? മാർക്ക് കുറഞ്ഞു പോയോ ക്രിസ്മസ് പരീക്ഷയ്ക്ക്? ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചോദിച്ചാൽ, ഈ ക്രിസ്മസ് പരീക്ഷയിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നിനക്ക് 30 മാർക്കിൽ കുറവുണ്ടോ? ഈ ഫിസിക്സും കെമിസ്ട്രിയിലും ബയോളജിയിലും 30, ഇതിലേതെങ്കിലും ഒന്നിൽ നിനക്ക് 30 മാർക്കിൽ കുറവുണ്ടോ? നീ ടെൻഷൻ അടിക്കണ്ട, ഫുൾ A+ കിട്ടാൻ പണിപ്പെടും. പണി കിട്ടിയിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ പണി കിട്ടാതിരിക്കാനുള്ള സൊല്യൂഷൻ MS-ന്റെ കയ്യിലുണ്ട്. ആ സൊല്യൂഷൻസ് യുണീക്ക് മാത്രമാണ്. ഈ വീഡിയോയിലൂടെ പറയാൻ എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ സൊല്യൂഷൻ എന്ന് പറയുന്നതിന് ഒരൊറ്റ പേരേ ഉള്ളൂ, അതാണ് MS സൊല്യൂഷൻസിൻ്റെ പ്രീമിയം ബാച്ചിനെ കുറിച്ച് എന്താ പറയുക, പ്രൊമോഷൻ ചെയ്യാനല്ല ഞാൻ വന്നത്. MS-ന്റെ RMS പ്രീമിയം ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പൊന്നുമക്കളെ, ആ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കറിയാം, അടിപൊളിയായിട്ട് അവർ പഠിക്കുന്നുണ്ട്. ഇന്നലെ അവർ 3 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. ഹിന്ദിയിലും ജോഗ്രഫിയിലും സോഷ്യലുമായിട്ട് ഇന്നലെ 3 ചാപ്റ്റേഴ്സുകൾ അവർ കൃത്യമായി പഠിച്ചു. 1 ഷോട്ട് കണ്ടിരുന്ന് പഠിച്ചു. സാറി ഒരു ദിവസം 3 ചാപ്റ്റർ ബടായി വിടല്ലേ? നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കടാ. കാരണം അവരെ പഠിപ്പിക്കുന്ന മെൻറ്റർ, അവരുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, അത് MS ആണ്. അവരുടെ വോയിസുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് MS ആണ്. ഞാൻ ഇന്നലെ വണ്ടിയിൽ പോകുന്ന സമയത്ത് പോലും അവർക്ക് വോയിസ് ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തതല്ല, ഇപ്പുറത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും വോയിസ് വിട്ടുകൊണ്ട് അവർക്ക് കറക്റ്റ് കൊടുക്കേണ്ട മോട്ടിവേഷൻ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ഒരു ആപ്പിൽ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ കറക്റ്റ് അവരെ മോണിറ്റർ ചെയ്തുകൊണ്ട് അവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നോട്ട്സ് അയച്ചു തരും. അങ്ങനെ എൻറ്റയർലി അക്കാഡമിക്സിൻ്റെ അവരുടെ മെൻറ്റർ എന്ന് പറയുന്നത് MS ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ, 15 ലക്ഷം വരിക്കാരുള്ള 14 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു MS സൊല്യൂഷൻസിൻ്റെ CEO എൻ്റെ മെൻറ്ററാണ് എന്ന് നിങ്ങൾ സ്കൂളിൽ പോയി നാളെ പറയണം. അതാണ് RMS-ന്റെ പ്രീമിയം ബാച്ച്. എന്താ സാർ ഈ RMS റൈസ് വിത്ത് MS-ന്റെ കൂടെ കുതിച്ചുയരാം. എങ്ങോട്ടേക്ക്? ഫുൾ A+ലേക്ക്. സോ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. 2 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തട്ടോ. 80 75 12 50 31 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കോ, അല്ലെങ്കിൽ 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. എന്താ സാറേ ഞാൻ മെസ്സേജ് ചെയ്യേണ്ടത്? SSLC പ്രീമിയം ബാച്ച് എന്ന് മാത്രം എഴുതിയാൽ മതി. SSLC പ്രീമിയം ബാച്ച് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങളെ കാത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മെൻറ്റേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യും. അവർ കൃത്യമായി പറഞ്ഞു തരും, ഗൈഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ RMS പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്താൽ വിത്തിൻ 24 hours നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം കമ്മ്യൂണിറ്റിയുടെ അഡ്മിൻ എന്ന് പറയുന്നത് MS ആയിരിക്കും. സോ ലെറ്റ്സ് ചിൽ ഗൈസ്, നമുക്ക് ഫുൾ A+ അടിച്ചു പൊളിക്കാം. ഓക്കെ, സോ മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ.